ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് എത്ര വലിയ സമയദോഷവും വളരെ പെട്ടെന്ന് ശിവഭഗവാൻ മാറ്റിത്തരും. നിങ്ങൾ ഈ പറയുന്ന കാര്യം ഭഗവാന് ചെയ്യേണ്ട രീതിയിൽ ഭക്തിയോടുകൂടി ചെയ്താൽ വളരെ പെട്ടെന്ന് വലിയ സമയദോഷങ്ങൾ വരെ ശിവഭഗവാൻ മാറ്റിത്തരുമെന്നുള്ളതാണ്. ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്, ചെയ്താൽ ഫലമുണ്ടാകുന്ന കാര്യമാണ്, ഏറ്റവും നല്ല കാര്യമാണ് പറഞ്ഞു തരുന്നത്. മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും. ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അതും ഇപ്പോൾ വളരെ കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ ചെയ്യാൻ പറ്റുന്നത്, കാരണം ഒരുപാട് വർക്കുകൾ തീരാൻ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സമയമെടുത്താണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു വർക്ക് കൊണ്ട് തന്നെ 2-3 ദിവസം അല്ലെങ്കിൽ 4 ദിവസമൊക്കെ ഇരുന്നിരിക്കും. അതാണ് എൻ്റെ ഒരു രീതി. അതുകൊണ്ടാണ് സമയമെടുക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇപ്പം പുതിയ വർക്കുകൾ ഉടനെ ചെയ്യുന്നില്ല. വാട്സപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. മിക്കവാറും ഹസ്തരേഖ, ഗ്രഹനില, സംഖ്യാജ്യോതിഷം, പിന്നെ ഈ യോഗ സംബന്ധമായ കാര്യങ്ങൾ, പ്രാണായാമം, ക്രിയാകുണ്ടലിനി പ്രാണായാമം, അങ്ങനെയുള്ള ചില വിദ്യകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഫോൺ വിളിച്ചാൽ ഞാൻ എടുക്കാറില്ല. മിക്കവാറും ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനിയും വിഷയത്തിലേക്ക് വരികയാണ്. ഇത് ചെയ്യേണ്ടത് ഞായറാഴ്ച ദിവസമാണ്. ഈ ഞായറാഴ്ച ദിവസം ശിവന് ചില കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരുമെന്ന് മാത്രമല്ല, നമ്മളുടെ വലിയ സമയദോഷങ്ങൾ വരെ പെട്ടെന്ന് ഭഗവാൻ മാറ്റിത്തരും. ഏതൊരാൾക്കും ചെയ്യാവുന്ന ലളിതമായ, എന്നാൽ ചെയ്താൽ ഫലമുണ്ടാകുന്ന, ഒരാളുടെ ജീവിതം മാറ്റുന്ന കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ. കാരണം ഞാൻ ശിവവിദ്യ ചെയ്യുന്ന ആളാണ്, ശിവനെ വിശ്വസിക്കുന്ന ആളാണ്. ഗുരുവിൽ നിന്നും പല വിദ്യകളും സ്വീകരിച്ച് അത് ചെയ്യുന്ന ഫോളോ ചെയ്യുന്ന ആളാണ്. നമ്മൾ സത്യവിദ്യകൾ മാത്രമേ പറഞ്ഞു തരത്തുള്ളൂ. അപ്പോൾ അത് എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നത് പല കാര്യങ്ങളും ചെയ്തിട്ട് ഉയർച്ചയില്ലാത്തവർക്ക് ജീവിതത്തിൽ ധനം, സമ്പത്ത്, ഐശ്വര്യം, ഗ്രഹദോഷങ്ങളെ, സർവ്വവിധ ദോഷങ്ങളും മാറാനുള്ള കാര്യങ്ങളാണ് എൻ്റെ വീഡിയോയിലുടനീളം പറയുന്നത്. അപ്പോൾ അത്തരം ആവശ്യമുള്ളൊരു കാര്യങ്ങൾ അറിയാൻ ആവശ്യമുള്ളവർ കാണുക. വെറുതെ കാണുക എന്നല്ല, ചെയ്യാൻ നല്ല രീതിയിൽ മനസ്സിലാക്കി ചെയ്യാവുന്നുള്ളവർ കാണുക. അവർക്കത് ഗുണമുണ്ടാവും. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. എൻ്റെ എല്ലാ വീഡിയോയിൽ അങ്ങനെ ഒരാൾക്ക് ഉയർച്ച, ഒരാളെ രക്ഷപ്പെടാനുള്ള മാർഗമാണ് പറയുന്നത്. അപ്പം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഇതിൻ്റെ അകത്തൊരു രഹസ്യമുണ്ട്. ശിവസർപ്പ രഹസ്യമെന്ന് പറയും. ശിവനും സർപ്പവുമായിട്ടുള്ള ഒരു രഹസ്യം ഇതിൻ്റെ അകത്തുണ്ട്. അതായത് നമുക്ക് കിട്ടിയ ചില ജ്ഞാനങ്ങളാണ്, അല്ലെങ്കിൽ ചില അറിവുകളാണ്, വളരെ ഒരു നിഗൂഢമായ ചില കാര്യങ്ങളാണ്. അതായത് ശിവക്ഷേത്രത്തിൽ ഞായറാഴ്ച ചെല്ലുമ്പോൾ നിങ്ങൾ ആദ്യം നാഗരാജാവിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് 1 രൂപ നാണയം നിങ്ങളുടെ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച് നിങ്ങളുടെ ഒരു കാര്യം നടത്തി തരണം, ആവശ്യമുള്ള കാര്യം നടത്തി തരണമെന്ന് പറയുക. അത് കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ ആ നാണയത്തെ പിന്നെ നിങ്ങൾ നോക്കരുത്. അത് നിങ്ങളുടെ ഒരു കാര്യം നടത്തി തരണം, അല്ലെ നിങ്ങൾക്ക് സമ്പത്ത് തരണം എന്ന് നാഗരാജാവിനോട് പറയുക. പറഞ്ഞിട്ട് ആ കൈ ചുരുട്ടിപ്പിടിച്ച് വേണം, 1 രൂപ നാണയം തന്നെ വേണം, കയ്യിൽ വെച്ച് ചുരുട്ടിപ്പിടിച്ച്. ഇടത് കൈയോ വലത് കൈയോ ആയാലും കുഴപ്പമില്ല, ഏത് കൈ വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ആ നാണയത്തെ പിന്നെ നോക്കരുത്. അവസാനം ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം എനിക്ക് സാധിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ഇത് മുന്നിൽ അവിടെ കാണിക്കവഞ്ചിയുണ്ട്, കാണിക്കവഞ്ചിയിലൊക്കെ അല്ലെ അവിടെ മുന്നിൽ വെക്കാൻ പറ്റിയ സ്ഥലമുണ്ട്, അവിടെ നാണയം വെച്ചിട്ട് തിരിഞ്ഞു നോക്കാതെ നടന്നു പോരണം. എന്നിട്ട് ശിവക്ഷേത്രത്തിൽ ചെയ്യാനുള്ള കാര്യം ചെയ്യണം ഞായറാഴ്ച. അതാണ് ഇതിൻ്റെ അകത്ത് രഹസ്യം. കാരണം ഈ സർപ്പദേവതയ്ക്ക് മുന്നിൽ, നാഗരാജാവിന് മുന്നിൽ, ശിവക്ഷേത്രത്തിലെ നാഗരാജാവിന് മുന്നിൽ ഒരു കാര്യം ഉണർത്തിച്ചാൽ അത് നാഗരാജാവ് നടത്തി തരും. കാരണം ശിവഭഗവാനോട് അത് നാഗരാജാവ് ശിവഭഗവാന്റെ മുന്നിൽ വെക്കും. നാഗദേവതകളെ ശിവഭഗവാന്റെ മുന്നിൽ വെക്കുന്ന ഏതൊരു കാര്യവും അത് ഉപേക്ഷിക്കത്തില്ല. ശിവസർപ്പ രഹസ്യമാണത്. നാഗദേവതകൾ ഭഗവാന്റെ മുന്നിൽ, അപ്പം നിങ്ങൾ നാഗരാജാവിനോട് അപേക്ഷിക്കുകയാണ് ഇത് സാധിച്ചു തരണമെന്ന്. അപ്പോൾ അത് നാഗരാജാവ് അവരുടെ ഏറ്റവും ഒരു എക്സ്ട്രീമായ ശിവഭഗവാന്റെ മുന്നിൽ, അത് ഏറ്റവും നാഗദേവതകളുടെ ഏറ്റവും ഉയർന്ന തലത്തിൽ ആരാധിക്കുന്ന ശിവഭഗവാന്റെ മുന്നിലാണ് ആ ഒരു കാര്യം ഉണർത്തിക്കുന്നത്. തീർച്ചയായിട്ടും ആ കാര്യം നടന്നിരിക്കും. അത് ഭഗവാൻ ഇന്നലെ നാളെ നടത്തിയിരിക്കും, സംശയമുണ്ട്. ആ അപേക്ഷ ഒരിക്കലും തള്ളപ്പെടത്തില്ല. അതാണ് ഇത്രയും ചെയ്ത ശേഷം വേണം നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പ്രവേശിച്ച്
ഭഗവാൻ ഒരു നെയ്വിളക്ക് മാത്രം പറയുന്ന ശ്രദ്ധിച്ചു കേൾക്കുക, ഒരു നെയ്വിളക്ക് തെളിയിച്ച് ഓം നമ ശിവായ ശിവായ നമ അങ്ങനെ ജപിക്കണം കേട്ടോ. ഇതൊക്കെ ഓരോ രഹസ്യ ശിവവിദ്യകളാണ്. ഓം നമ ശിവായ ശിവായ നമ അങ്ങനെ ജപിച്ച് നിങ്ങൾക്ക് വേണ്ട കാര്യം നടത്തി തരണേ ഭഗവാനെ എന്ന് കരഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിക്കണം മനസ്സുകൊണ്ട്. ശിവനോട് ഏതൊരു കാര്യം കരഞ്ഞ് പ്രാർത്ഥിച്ചാലാണ് ഭഗവാൻ അത് പെട്ടെന്ന് സ്വീകരിക്കും. നിങ്ങളുടെ സാമ്പത്തികമാണെങ്കിൽ അത് പറയുക, വിളക്കുന്ന ഈ നെയ്വിളക്ക് തെളിയിച്ച് ചെയ്യുക, ഇങ്ങനെ കത്തിച്ച് വെക്കുക. ഇത് ഞായറാഴ്ച ചെയ്യണം. പിന്നെ സാധിക്കുമെങ്കിൽ തിങ്കളാഴ്ചയും കൂടെ ചെയ്താൽ ഫലം നിശ്ചയമാണ്. ഞായർ തിങ്കൾ ഇങ്ങനെ ആവർത്തിക്കുക. അച്ചട്ടാണ് ഫലം. ഭഗവാൻ അതെന്തായാലും നടത്തി തന്നിരിക്കും. അത് അത്ഭുതകരമായ, പെട്ടെന്ന് എത്ര വലിയ ദോഷങ്ങളെയും വളരെ പെട്ടെന്ന് ഭഗവാൻ മാറ്റിത്തരുമെന്നുള്ളതാണ്. ഇവിടെ ശിവസർപ്പ രഹസ്യമുണ്ട്, ആ ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് ആദ്യം നാഗരാജാവിന് 1 രൂപ നാണയം വെച്ചിട്ടാണ് ശിവൻ്റെ അടുക്കൽ ചെല്ലാൻ ഞാൻ പറഞ്ഞത്. കാരണം ചില കാര്യങ്ങൾ അത് എനിക്ക് അനുഭവം ഉണ്ടായ കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ ഈ ശിവക്ഷേത്രത്തിൽ നാഗദേവതയുടെ അവിടെ പ്രാർത്ഥിക്കുകയും ശിവനെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവിടുന്ന് കിട്ടിയ ഒരു ജ്ഞാനമാണ്. ഒരിക്കൽ ഞാൻ ശിവക്ഷേത്രത്തിൽ ശിവനെ തൊഴുതിട്ട് നാഗദേവതയുടെ അടുത്ത് വന്നപ്പം അവിടെ നിന്ന ഒരു അമ്മ, അവർ എന്നെ അറിയത്ത് പോലുമില്ല, പക്ഷേ അവരൊരു പ്രത്യേക ഒരു ബാധ കയറിയ പോലെ അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ അവരെന്നോട് സംസാരിച്ചു. ഞങ്ങളെ കണ്ടിട്ട് വേണം അങ്ങോട്ട് പോയി ഭഗവാനെ കാണാമെന്ന്. അപ്പോഴാണ് കാര്യം നടക്കുന്നത്. എനിക്ക് പറഞ്ഞു തരും, കാരണം ഞാൻ ശിവോപാസകനും ശിവവിദ്യ ചെയ്യുന്ന ആളും പിന്നെ എനിക്ക് നാഗദേവതയെ അല്ലെ നാഗരാജാവും ഒരു ഗുരുസ്ഥാനത്ത് തന്നെയാണ്. അത് എനിക്ക് അങ്ങനെ ചില കാര്യങ്ങൾ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പഴയ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ക്രിയാകുണ്ടലി പ്രാണായാമത്തിലേക്കൊക്കെ ഞാൻ വന്നത് ഈ നാഗരാജാവിൻ്റെയൊക്കെ ഒരു അനുഗ്രഹവും ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ്. അവരെനിക്ക് ഗുരുസ്ഥാനത്താണ്. അപ്പോൾ എനിക്ക് പറഞ്ഞു തരികയാണത്. ഞങ്ങളോട് പറഞ്ഞിട്ട് വേണം നീ അകത്തുണർത്തിക്കായിരുന്നു. അപ്പോൾ അന്ന് മുതൽ ഞാൻ ഈ രഹസ്യവിദ്യ പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് പലർക്കും പ്രയോജനം ഉണ്ടായിട്ടുമുണ്ട്. ഒരുപാട് പേര് അത് അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചിട്ടുമുണ്ട്. ഇത് നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന കാര്യമാണ്. വളരെ ലളിതമായി ചെയ്യാവുന്ന കാര്യമാണ്. ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. ഇതിനൊക്കെ എന്നാ പൈസയാകും? 10-15 രൂപ അത് നെയ്വിളക്കിന്, 1 രൂപ നാണയം, ഇത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ. എന്നാൽ അത് ചെയ്താലേ വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് സാധിക്കാത്ത കാര്യം ഇത് ചെയ്താൽ സാധിക്കും. ഇതാണ് ചെയ്യേണ്ടത്, ഇതാണ് അറിയേണ്ടത്. ഇതിൻ്റെ പുറയിലുള്ള രഹസ്യം അറിയുമ്പോഴാണ് ഇവിടെ അത് ഫലമുണ്ടാകുന്നത്. സർപ്പദേവതയും ശിവനും തമ്മിലുള്ള ബന്ധമറിയുമ്പോഴാണ് ആ ഒരു ഫലമുണ്ടാകുന്നത്. ഈ ശരിയായിട്ട് യോഗവിദ്യ കാര്യങ്ങൾ, ഇപ്പം ഞാൻ ക്രിയാകുണ്ടലി പ്രാണായാമം ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞു. പിന്നെ യോഗവിദ്യ, പ്രാണായാമം, ഇങ്ങനെ ചില വിദ്യകൾ, അതായത് അതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഈ ഓരോരുത്തരും കാണുന്നതിലും കേൾക്കുന്നതിലും ഒന്നും അതിനപ്പുറത്ത് ശരിയായിട്ട് ഒരുപാട് വിദ്യകളുണ്ട്, ഗുരുവിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. അതായത് പ്രാണനിലും അപാനനിലും ഈ രണ്ട് പ്രാണനിലാണ് രഹസ്യങ്ങൾ മുഴുവൻ കിടക്കുന്നത്. അപാനൻ, പ്രാണൻ. ഈ പ്രാണനെ അപാനനെ അറിഞ്ഞ് ഗതി ചെയ്താൽ തന്നെ, രേചക പൂരകങ്ങൾ ചെയ്താൽ തന്നെ ഉള്ളിൽ ആത്മബോധം, സത്യവിദ്യ, സത്യബോധം, ശിവബോധം ഉണ്ടാകും. ഹൃദയാകാശത്തിലെ മേലോട്ടും കീഴോട്ടും സഞ്ചരിക്കുന്ന പ്രാണനെയും അപാനനെയും അറിഞ്ഞ് രേചക പൂരകങ്ങൾ ചെയ്താൽ തന്നെ സത്യവിദ്യ, സത്യബോധം, ശിവബോധം ഉണ്ടായി വരും. ഇതൊന്നും നിങ്ങൾക്ക് പലപ്പോഴും കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത ചില രഹസ്യവിദ്യകളായിരിക്കാം. കാരണം ഇത്തരം വിദ്യകൾ ഈ തമിഴ് സിദ്ധന്മാരയിലും തമിഴ് പ്രാചീന ഗ്രന്ഥങ്ങളിലും അതിനിഗൂഢമായ കാക്കാപുശുണ്ടരെ പോലുള്ള, എന്ന് വെച്ചാൽ കാക്കാപുശുണ്ടരെന്ന് പറഞ്ഞാൽ യോഗയുടെ ഏറ്റവും ലെജൻഡാണ്. അങ്ങനെയുള്ള ചില സിദ്ധന്മാരുടെ കൈവശവും ഒക്കെയുള്ള അതീവ ഗൂഢമായ ജ്ഞാനങ്ങളാണ്. പക്ഷേ സത്യവിദ്യകളാണ്, സത്യമാണ്. ഇതൊക്കെ ഗുരുമുഖത്തുനിന്ന് കിട്ടേണ്ടതാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു അറിവിന് വേണ്ടി പറയുന്നേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് ശിവരഹസ്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ ശരനൂൽ രഹസ്യം തന്നെ ചെയ്തവർക്ക് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. നിങ്ങൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പം വലതുകാല് വെച്ച് പ്രവേശിക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഇടതുകാല് വെച്ച് ഇറങ്ങണം. ഇറങ്ങുമെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യത്തെ പടിയേൽ ഇടതുകാല് വെക്കുമ്പം അവസാനത്തെ പടിയിൽ നിന്ന് ഭൂമിയിലേക്ക് വെക്കുന്നത് ഇടതുകാലായിരിക്കും. കാരണം 2 പടിയായിരിക്കുമല്ലോ മിക്കവാറും. അതുകൊണ്ട് അത് ശങ്കിക്കേണ്ട കാര്യമില്ല.
നിങ്ങൾ അതുപോലെ വീട്ടിലേക്ക് കയറുമ്പോൾ ആദ്യത്തെ പടിയെ വലതുകാല് വയ്ക്കുമ്പോൾ 2 പടി ആയിരിക്കുമല്ലോ. നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോഴും മൂന്നാമത് കാല് വരുന്നതും വലതുകാലായിരിക്കും. അതുകൊണ്ടെന്ന് വെച്ചാൽ ശങ്കിക്കേണ്ട കാര്യങ്ങളില്ല. വളരെ ക്ലിയറായിട്ടാണ് ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു പോയിരിക്കുന്നത്. അതുപോലെ കക്കൂസിലെയും കുളിമുറിയിലൊക്കെ കയറുമ്പോൾ ഇടതുകാല് വെച്ച് കയറുക, വലതുകാല് വെച്ച് ഇറങ്ങുക. ഈ ഒരു കാര്യം തന്നെ കൃത്യമായിട്ട് ചെയ്താൽ തന്നെ സാമ്പത്തികം ഉണ്ടായി വരും. നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അല്പം വലതുകാല് മുന്നോട്ട് വെച്ച് സംസാരിക്കുക. അവർ നിങ്ങൾക്ക് അനുകൂലമായി തീരാൻ നല്ലതാണ്. ഒരു വ്യക്തിയുടെ കറക്റ്റ് നേരെ നിന്ന് സംസാരിക്കരുത്. ഒരു സൈഡിൽ നിന്ന് സംസാരിക്കണം. സൈഡെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ശ്വാസഗതി അറിഞ്ഞ് ചെയ്യാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് എപ്പോഴും ഒരു വ്യക്തിയുടെ ഇടത്ത് സൈഡ് കണ്ട് നിന്ന് സംസാരിക്കാൻ നല്ലതാണ്. പിന്നെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇടതുകാലം മുന്നോട്ട് വെച്ച് കൈകാര്യം ചെയ്യുക. നിങ്ങളുടെ പണം സൂക്ഷിക്കുന്ന ഡ്രോയോ ഒക്കെ നിങ്ങൾക്കൊരു സ്ഥാപനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇടത്ത് കൈയുടെ ഭാഗത്ത് വയ്ക്കുക. ഇടത് കൈയുടെ പണം എടുക്കുക, പണം കൊടുക്കുക. ഇതൊക്കെ പെട്ടെന്ന് പണം വർദ്ധിച്ചു വരുന്ന കാര്യങ്ങളാണ്. ഇത് എത്രയോ ആളുകൾ ചെയ്ത് അവർക്ക് പ്രയോജനമുണ്ടായ കാര്യങ്ങളാണ്. നമ്മൾ പറയുന്നതെല്ലാം സത്യവിദ്യകളാണ്. കാരണം ഞാൻ ഓരോ ശാസ്ത്രത്തിലും ശിവവിദ്യ ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്ന മുഴുവൻ. ഇതുപോലെ നിങ്ങൾക്ക് ആർക്കും ഞാൻ പറഞ്ഞു തരുന്ന വിദ്യകൾ പറഞ്ഞ് തരുവാൻ സാധിക്കത്തില്ല. കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത ശിവരഹസ്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. പ്രാണൻ്റെ ആണേലും അപാനൻ്റെ ആണേലും ശരനൂലാണേലും മുരുകരഹസ്യമാണേലും ഭദ്രകാളിയമ്മയുടെ രഹസ്യമാണേലും അഗസ്ത്യരുടെ താളിയോല രഹസ്യമന്ത്രമാണേലും ഓം അങ് റിങ് എന്നുള്ളൊരു മന്ത്രമാണേലും അങ്ങനെയുള്ള അതിൻ്റെ രഹസ്യവും എല്ലാം ഞാൻ എനിക്ക് പറയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഓം റിങ് അങ് എനിക്ക് വിവരിക്കാവുന്ന രീതിയിലെല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാവിധ കാര്യങ്ങളും. അതുകൊണ്ട് എനിക്ക് ഭഗവാൻ ഒരുപാട് സൂക്ഷ്മമായ അറിവുകളും ഒക്കെ നൽകിയിട്ടുണ്ട്, അനുഭവങ്ങൾ നൽകിയിട്ടുണ്ട്. അറിവല്ല, അനുഭവമാണ് ജീവിതം മാറ്റുന്നത്. അറിവ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി പ്രാണായാമത്തെക്കുറിച്ച് ഞാൻ പല രഹസ്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രാണായാമം അറിഞ്ഞു ചെയ്താൽ തന്നെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും, മനസ്സടങ്ങും. പക്ഷെ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ല പലപ്പോഴും. അതിൻ്റെ അകത്തൊക്കെ ചില രഹസ്യങ്ങളും ടെക്നിക്കുകളും ഉണ്ട്. അത് ശിവനിൽ നിന്ന് തന്നെ ആ പരമ്പരയിൽ നിന്നുള്ള ഗുരുക്കന്മാരിൽ തന്നെ വരണം. എൻ്റെ ഗുരു ആ പരമ്പരയിൽപ്പെട്ട ഒരു ഗുരു ആയിരുന്നു. അപ്പോൾ ഞാൻ ആ ഗുരുവിൻ്റെ നിർദ്ദേശം അനുസരിച്ചുള്ള ഗുരു സമാധിയായി. ആ കാര്യങ്ങളനുസരിച്ചാണ് ഞാൻ എന്നും ഫോളോ ചെയ്തു പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അതുപോലുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഒരിക്കലും ഒരിടത്തും നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോഴേ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ രാവിലെ 5:30 എഴുന്നേൽക്കണം. അതിൻ്റെ അത് ചില രഹസ്യമുണ്ട്. 5:30-നും 5:45-നും ഇടയിലുള്ള പ്രാർത്ഥനകൾ പെട്ടെന്ന് ബലം കാണും. 5:30-നും 5:45-നും ഇടയ്ക്ക് നമുക്ക് ഗുരുനാഥന്മാർ പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങളെ പറഞ്ഞു തരുന്നത്. ഒരു 10 കൊല്ലം 10-20 കൊല്ലം അല്ലെങ്കിൽ ഇപ്പോൾ ജീവിതം മുഴുവൻ ഒരു ഗുരുവിൻ്റെ കീഴെ നടന്ന കിട്ടാത്ത കാര്യമായി പറഞ്ഞു തരുന്നത്. ഇത്ര സിമ്പിളായിട്ട് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കതിൻ്റെ വില മനസ്സിലാകുമോ എന്നെനിക്കറിയില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നും. ഇതൊക്കെ എത്രയോ വർഷങ്ങൾ കൊണ്ട് കിട്ടേണ്ട കാര്യമാണെന്നറിയോ ഇത്തരം ജ്ഞാനങ്ങൾ എന്ന് പറഞ്ഞാൽ. 5:30-ക്ക് എഴുന്നേൽക്കണം. 5:30-ക്ക് എഴുന്നേറ്റ് കുളിക്കാം, അല്ലെ കൈയും കാലും മുഖവും കഴുകുക. എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ ചെയ്യുക. പെട്ടെന്ന് ജീവിതം മാറും, ഒരു സംശയം വേണ്ട. ഇനി 5:30-ക്ക് എഴുന്നേൽക്കുന്നതിനകത്ത് ഒരുപാട് രഹസ്യമുണ്ട്. 5:30-ക്ക് അല്പം ഇരുട്ട് കാണും. ഇരുട്ടുള്ള സമയത്ത് പ്രാർത്ഥനകൾ പെട്ടെന്ന് ബലം കാണും. കാരണം ഇരുട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറലാണ്. നാച്ചുറൽ എന്ന് വെച്ചാൽ അതാണ് ശരിക്കും വാസ്തവികമായിട്ടുള്ളത്. ഇരുട്ട് ബ്രഹ്മം തന്നെയാണ്. ഇരുട്ടിന് സോഴ്സ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഴ്സ് ഉള്ളതെല്ലാം നശിക്കുന്നതാണ്. എപ്പോഴും ഉള്ളതും സദാ നിലനിൽക്കുന്ന ആ ഇരുട്ട് തന്നെയാണ്. ആദ്യവും അവസാനവും ആ ഇരുട്ട് തന്നെയാണ്. എല്ലാം ആ ഇരുട്ടാണ് എല്ലായിടത്തും ഉള്ളത്. ആ ഇരുട്ട് ബ്രഹ്മം തന്നെയാണ്. അതുകൊണ്ടാണ് ശിവനെ കറുത്ത രൂപത്തിൽ ധ്യാനിച്ചാൽ നമ്മുടെ ഏത് കാര്യം സാധിച്ചു കിട്ടും, മനസ്സിന് സ്ഥിരപ്പെടും,
ശിവാനുഭവം ഉണ്ടാകും എന്നൊക്കെ പറയുന്ന ചില രഹസ്യങ്ങൾ അവിടെ നിങ്ങളുടെ ഹൃദയത്തെ ധ്യാനിക്കണം. കറുത്ത രൂപത്തിൽ, വെളിയിലല്ല. അതൊരു ഗുരുവിനെ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. ഹൃദയത്തിൽ കറുത്ത രൂപത്തിൽ ധ്യാനം. നിങ്ങളുടെ ഉള്ളിലെ ആ കറുപ്പാണ് നിങ്ങളുടെ ഉള്ളിലെ ആ ശിവബോധം, അല്ലെങ്കിൽ ആ അൾട്ടിമേറ്റായിട്ടുള്ള ആ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിൽ, വെളിയിലല്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി വെളുപ്പിനെ 5:30 എഴുന്നേൽക്കണമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് പ്രകൃതി ഉണരുന്ന സമയമാണ്, ഒരു ഉണർവാണ്. അത് പക്ഷികൾ ഉണരുന്നു, പ്രകൃതി ഉണരുന്നു. ആ ഉണർവിൻ്റെ സമയത്ത് നമ്മളുടെ ബോധത്തിലും, ബോധമുള്ളവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ, ബോധമില്ലാത്തവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരോടാണ് പറയുന്നത്. നമ്മളുടെ ബോധതലത്തിലും ഒക്കെ ഉണർവുണ്ടാകുന്നു. അത് വേറൊരു സമയത്ത് ഒരു മന്ത്രം ചൊല്ലിയാലോ വേറൊരു സമയത്ത് എഴുന്നേറ്റാലോ അത് കിട്ടത്തില്ല. ആ വെളുപ്പിനെ 5:30 തന്നെ എഴുന്നേക്കണം. ജീവിതം മാറും, ഒരു സംശയം വേണ്ട, ഒരു ഡൗട്ടും വേണ്ട, ജീവിതം മാറും. പിന്നെ വെള്ളിയാഴ്ചകൾ നിങ്ങൾ സാധിക്കുമെങ്കിൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഒരു ഭാഗ്യസൂക്ത ഗണപതി ഹോമം ചെയ്യുക. ജീവിതത്തിൽ വലിയ മാറ്റം വരും, വലിയ മാറ്റം വരും. ഭാഗ്യസൂക്ത ഗണപതി ഹോമം. ഇനി ഭാഗ്യസൂക്ത ഗണപതി ഹോമം ഇപ്പോൾ ചില ശിവക്ഷേത്രത്തിൽ ചെന്ന് ചോദിക്കുമ്പോൾ ചിലർ പറയില്ല എന്ന് പറയുകയാണെങ്കിൽ ഗണപതി ഹോമത്തിൻ്റെ രസീത് എടുക്കുക. എന്നിട്ട് തിരുമേനിയോട് പറയുക, ഭാഗ്യസൂക്തം കൊണ്ട് ഗണപതി ഹോമം ഭാഗ്യസൂക്തം കൊണ്ട് പാൽപ്പായസം ഹോമിച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ ചെയ്തു തരും. അത്രയേ ഉള്ളൂ. എല്ലാം ഒന്ന് തന്നെയാണ്. ഇത് ഇവിടെ ചെയ്യുന്ന കാര്യം തന്നെയായിരിക്കും. പക്ഷേ ചിലർ പറയും അതില്ലെന്ന് പറയും, രസീത് എഴുതുന്നവരും. ചിലർ മിക്കവാറും എല്ലായിടത്തും ഉണ്ട്. വെള്ളിയാഴ്ചകളൊന്ന് ആവർത്തിച്ച് നോക്കിക്ക്. ക്ഷേത്രത്തിൽ 50 രൂപയ്ക്ക് അല്ലെങ്കിൽ അത് വലിയ തുകയാകത്തില്ല. അല്ലെ മാസത്തിലൊന്ന് ചെയ്തു, വെള്ളിയാഴ്ചകൾ ചെയ്താൽ പെട്ടെന്ന് മാറ്റം വരും. അല്ലെ മാസത്തിലൊന്ന് ചെയ്ത് നോക്കി, നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ വലിയ മാറ്റം ജീവിതത്തിൽ വരും. പക്ഷെ എന്തു ചെയ്താലും അവനവന് വേണ്ടി ചെയ്യണം, ആത്മാർത്ഥമായിട്ട് ചെയ്യണം, അതിൽ വിശ്വസിച്ച് ചെയ്യണം. അതാണ് ഫലമുണ്ടാകുന്നത്. ഇപ്പം ഞാൻ ഒരിക്കലും രക്ഷപ്പെടത്തില്ല എന്ന് വിചാരിക്കുന്ന ഒരാളോട് നമ്മൾ എത്ര ഒരു നല്ലൊരു ജോലിക്ക് പോകാനോ നല്ല ജോലി മേടിച്ചു കൊടുത്താലോ അവൻ രക്ഷപ്പെടത്തില്ല. ജോലിയുടെ കുഴപ്പമല്ല, നമ്മൾ മേടിച്ചു കൊടുക്കുന്നതിനെ കുഴപ്പമില്ല. അവൻ രക്ഷപ്പെടത്തില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചാൽ ഈശ്വരന് പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലേ, നിങ്ങൾ ഇങ്ങനെ എപ്പോഴും ഒരു നിരാശയായിട്ട് നടക്കുന്ന ഞാൻ രക്ഷപ്പെടത്തില്ലെന്ന് ഉറപ്പിച്ച് നടക്കുന്നവന് നമ്മളൊരു ജോലി മേടിച്ചു കൊടുത്തെങ്കിൽ അവൻ നിൽക്കത്തില്ല. കാരണം അത് ജോലിയുടെ കുഴപ്പമില്ല, മേടിച്ചു കൊടുക്കുന്ന നമ്മുടെ കുഴപ്പമില്ല. അവൻ്റെ മനസ്സിൽ ഉറച്ച് ഞാൻ നന്നാകത്തില്ല, അല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടത്തില്ല വിചാരിക്കുന്നവരോടൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് നമുക്കാദ്യം ഒരു വിശ്വാസം വേണം. ആ വിശ്വാസത്തിൽ നിന്നാണ് എല്ലാം ആരംഭിക്കുന്നത്. ആ വിശ്വാസത്തിലാണ് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ എല്ലാം, ആ വിശ്വാസത്തിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്താലും ഫലം ഉണ്ടാകണമെന്നില്ല. വിശ്വാസത്തിന് നിങ്ങളുടെ ലോകത്തെ, നിങ്ങളുടെ മുന്നിലുള്ള ലോകത്തെ, നിങ്ങളുടെ മനസ്സിലുള്ള ലോകത്തെ, നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ ചുറ്റുപാടുകളെ, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റും. ഉറച്ച വിശ്വാസത്തിന്, സംശയമില്ലാതുള്ള വിശ്വാസത്തിന് യാതൊരു സംശയം വേണ്ട. അപ്പം അങ്ങനെ ഇപ്പം മാർക്കണ്ഡേയന് ശിവനിൽ സംശയമില്ലാത്ത വിശ്വാസം ഉണ്ടായതുകൊണ്ടാണ് മാർക്കണ്ഡേയന് ആ അമരത്വം ലഭിച്ചത്, മരണമില്ലാത്ത അവസ്ഥ. കാരണം മാർക്കണ്ഡേയന് ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിച്ചു, മരണത്തിൽ പോലും വിശ്വസിച്ചു. അതുകൊണ്ടാണ് ഭഗവാന്റെ ആ ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടിയത്. അത്ര വിശ്വാസമാണ് വേണ്ടത്. ഈ എൻ്റെയൊക്കെ ഒരു വീട്ടിൽ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ജപ്തി നോട്ടീസൊക്കെ വന്ന് വീടും സ്ഥലമൊക്കെ ജപ്തിയാകുന്ന സാഹചര്യങ്ങൾ വന്നപ്പം അന്ന് ഞാൻ വിളിച്ചുകൊണ്ടിരുന്ന ശിവനെയാണ്. ഞാൻ കരഞ്ഞ് വിളിച്ചിട്ടുണ്ട്. പക്ഷേ അത് കടം കയറി അല്ലെ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ പിന്നെ വിറ്റിട്ട് ചെറിയ ഒരു വീട്ടിലേക്ക് മാറി. നമ്മൾ എടുത്ത പൈസ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലാതെ നമ്മൾ മറ്റ് ഒഴിവഴിവ് പറയുന്നത് അതൊരു നീതിയല്ല. നമ്മൾ വിറ്റിട്ട് അതിലും കുറഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് മാറി. അപ്പോഴും ഞാൻ ശിവനെ ഒരിക്കലും, ശിവഭഗവാനോട് യാതൊരു പരിഭവവും പറഞ്ഞിട്ടില്ല, കുറ്റപ്പെടുത്തിയിട്ടില്ല. അന്നും ഞാൻ ശിവനെ വിശ്വസിക്കുന്നതാണ്. പക്ഷേ ഞാൻ ഒരുപാട് കരഞ്ഞു, ഭഗവാനോട് ഒരുപാട് അപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ അത് വിൽക്കേണ്ട സാഹചര്യം വന്നു. ഇന്നും എനിക്ക് ആ ഉറച്ച വിശ്വാസമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നടന്നാലും ആ അടിയുറച്ച വിശ്വാസമാണ് നമ്മളെ ഭഗവാന്റെ അൾട്ടിമേറ്റായിട്ടുള്ള അനുഗ്രഹത്തിന് ഭഗവാന്റെ നമ്മളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഒരുപാട് ശിവവിദ്യകളും ക്രിയാകുണ്ടലി പ്രാണായാമം ഒക്കെ കിട്ടിയത് അതുകൊണ്ടാണ്. അതുപോലെ നിങ്ങളും ഉറച്ച് വിശ്വസിക്കുക.
ജീവിതം ചില ഉലച്ചിലുകളുമൊക്കെ ഉണ്ടാകും. പക്ഷെ വിശ്വാസം കൈവിടാതിരിക്കുക. തീർച്ചയായിട്ടും അങ്ങനെ ഉള്ളവർ രക്ഷപ്പെട്ടിരിക്കും. ഭഗവാൻ രക്ഷപ്പെടുത്തിയിരിക്കും. ഈശ്വരാനുഭവം ഉണ്ടായിരിക്കും. ഒരു സംശയം വേണ്ട. സംശയമുള്ളവരെ, ശങ്കയുള്ളവരെ ഒരിക്കലും എന്ത് കിട്ടിയാലും ശരിയായിട്ട് അനുഭവിക്കാനോ സാധിക്കത്തില്ല. നല്ല ജോലി ഉണ്ടെങ്കിലും നല്ല കുടുംബം ഉണ്ടെങ്കിലും ഈ സംശയമല്ലേ, ശങ്ക, ആശങ്ക, ഭയമുള്ളവർക്ക് ഒരിക്കലും അതുകൊണ്ട് അനുഭവം ശരിയായിട്ട് ഉണ്ടാകണമെന്നല്ല. വിശ്വാസമുള്ളവർക്ക് ഏതും അനുഭവിക്കാനും ഏതുകൊണ്ട് നേട്ടം ഉണ്ടാകത്തുള്ളൂ. എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.